ഇന്ന് എൻ്റെ വിധി ദിവസമാണ്. എൻ്റെ കണ്ണ് ഓപ്പറേഷന് ശേഷം ഞാൻ കാത്തിരുന്നൊരു ദിവസം. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വലിയ തീരുമാനമെടുത്തിരുന്നു. മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പോർട്ട് ചെയ്ത് ഞാനിപ്പോഴുള്ള എൻ്റെ കമ്പനിയിൽ എത്താമെന്നും അവരുടെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചു. വേഗത്തിലുള്ള ക്ലെയിം സെറ്റിൽമെൻറ്റ്, നല്ല സർവീസ് എല്ലാം പ്രതീക്ഷിച്ചു. ഇന്ന് ആ ഒരു കമ്പനി എന്തോ ഒരു അജ്ഞത കൊണ്ടോ അവഗണന കൊണ്ടോ എന്താണെന്നറിയില്ല, 3.5 മാസമായി ഒരു ക്ലെയിമിന് വേണ്ടി ഞാനിങ്ങനെ ഓടി നടക്കുകയാണ്. ഇന്ന് അവിടെ നിന്ന് ഒഫീഷ്യലായി എന്നെ വിളിക്കുന്നൊരു ദിവസമാണ്. ഒന്നുകിൽ അവരെന്നെ റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണങ്ങൾ പറയാം, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തതിൻ്റെതോ അതിൽ മാറ്റങ്ങൾ വരുത്തിയതോ ക്ലെയിം തന്നതിൻ്റെയോ തീരുമാനങ്ങളെടുക്കാം. എൻ്റെ കൂടെ ഇതേ സർജറി കഴിഞ്ഞ എല്ലാവർക്കും ഓൾറെഡി ക്ലെയിമൊക്കെ സെറ്റിൽഡായി. അവർ ഓൾറെഡി ക്യാഷ്ലെസ് ആയിരുന്നു. അവരൊക്കെ വളരെ ഹാപ്പിയായി. കഴിഞ്ഞ ദിവസം കാണിക്കാൻ വന്നപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റെല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും ആ ഹോസ്പിറ്റലിൽ കവറേജ് ഉണ്ട്. ഈ കമ്പനിക്കും ക്യാഷ്ലെസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്കും ഉണ്ടാവും കവറേജ്. വളരെ ഹാപ്പിയാണ്. എനിക്കൊരുപാട് നിരാശാബോധം എന്താണെന്ന് കഴിഞ്ഞാൽ, ഞാൻ മുമ്പുണ്ടായിരുന്ന കമ്പനിയും അവിടെ ക്യാഷ്ലെസ് സർവീസ് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഞാൻ വിശ്വസിച്ച് വന്ന ഈ ഒരു കമ്പനിയാണ് എന്നെ ഇപ്പോൾ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കേസ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നത്? അതൊന്നുകിൽ അവർ അശ്രദ്ധയാണോ, അല്ലെങ്കിൽ കൺഫ്യൂഷനാണോ? ഇന്ന് ഞാൻ കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ. അവർ അവരുടെ വാഗ്ദാനം പാലിക്കുമോ? എൻ്റെ ക്ലെയിം അംഗീകരിക്കുമോ, അല്ലെങ്കിൽ വീണ്ടും റിജക്റ്റ് ആക്കുമോ? ഫലം എന്തായാലും ഞാൻ തുറന്ന മനസ്സോടെ അത് പങ്കുവെക്കും. എല്ലാവരുമായിട്ടും ഞാനത് പങ്കുവെക്കും. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഞാൻ ചെയ്തു എന്നുള്ളതും, ഇനി എന്തൊക്കെ ആക്ഷൻസ് എടുക്കും, ഓരോ ആക്ഷൻസും ഞാൻ ലൈവ് ബ്ലോഗുകളായിട്ട് തന്നെ ഷെയർ ചെയ്യുന്നതാണ്. കാരണം എൻ്റെ വേദന, നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം എടുക്കുന്നത് ഒരു മനുഷ്യനല്ല, നമുക്കെല്ലാവർക്കും വേണ്ട ചികിത്സ സുതാര്യമാക്കാൻ, സ്ട്രെസ്ലെസ് ആക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം കൂടിയാണ്, നിങ്ങളുടെ പ്രശ്നം എൻ്റെ പ്രശ്നം കൂടിയാണ്. നമ്മൾ ഒരുമിച്ചാണ് ഫണ്ട് കൊടുക്കുന്നത്, ഒരാൾക്കല്ല. 10,000 ആൾക്കാർ ക്ലെയിം ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10,000 ആൾക്കാരുടെയും ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അതിൽ ചിലർക്ക് ചികിത്സ വേണ്ടി വരുമ്പോൾ അതിനു വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പലപ്പോഴും ക്ലെയിം ഒരിക്കലും വേണ്ടാത്ത സാഹചര്യത്തിൽ ഞാനൊക്കെ ചിന്തിച്ചത് അതാ, നമ്മളെടുക്കുന്ന പണം കൊണ്ട് അവർക്ക് മറ്റുള്ള ഒരുപാട് പേർക്ക് ഗുണം ഉണ്ടാവുന്നല്ലോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ഡോക്ടറായ എനിക്ക് എൻ്റെ സർജറിയുടെ ഫാക്ട്സ് മനസ്സിലാക്കാം, പക്ഷേ ഇത് റിജക്റ്റ് ചെയ്യാൻ കമ്പനി കാണിക്കുന്ന ലോജിക്ക് എന്താണ് എന്നുള്ളത് എനിക്കറിയണം. അതാണ് ഇന്ന് ദിവസം നമ്മൾ അറിയാൻ പോകുന്നത്. ഏതായാലും കമ്പനിയിൽ നിന്ന് തെളിവിലും നീതിയിലും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.